DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴക്കാലം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പകർച്ചരോഗങ്ങളും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗബാധിതരുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. നിപ്പ, ഷിഗല്ല, വെസ്റ്റ് നൈൽ, H1N1 തുടങ്ങി നിരവധി പകർച്ചവ്യാധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഈ രോഗങ്ങളെ പറ്റിയും അവ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും അറിഞ്ഞിരിക്കണം. നിലവിൽ വടക്കൻ ജില്ലകളിലാണ് രോഗങ്ങൾ കൂടുതൽ വ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഷിഗല്ലയും ജലജന്യ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മഞ്ഞപ്പിത്തവും വയറിളക്ക രോഗങ്ങളും മറ്റ് ജലജന്യ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവ കൂടുതൽ ആളുകളിലേക്ക് ബാധിച്ചേക്കാം. കേരളത്തിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഷിഗല്ല. ഷിഗല്ല എന്ന ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം കുടലിലുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണം. കുടലിന്റെ ആവരണത്തെ ബാക്ടീരിയ ബാധിക്കുകയും അവിടെ തകരാറുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. മറ്റു വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത വേണം. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് 1-2 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായേക്കാം. കടുത്ത പനിയോടുകൂടിയ വയറിളക്കം, മലത്തിൽ രക്തം, കഫം എന്നിവ കാണപ്പെടുക, കടുത്ത വയറുവേദന, വയറ്റിൽ കോച്ചിപ്പിടുത്തം, ഓക്കാനം, ഛർദി, കടുത്ത ക്ഷീണം, ശരീരവേദന, കൂടെ മലമൂത്ര വിസർജനം നടത്തണമെന്ന തോന്നൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗാണുക്കൾ അടങ്ങിയ മലിനജലം കുടിക്കുകയോ മലിനജലത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിലൂടെയും വ്യക്തിശുചിത്വം പാലിക്കാത്തത് വഴിയും രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈച്ചകൾ വഴിയുമൊക്കെ ഇത് പകരുന്നതാണ്. അതോടൊപ്പം ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നതും ഷിഗല്ല പകരാൻ കാരണമാകും. ഇനി ഇത് വരാതിരിക്കാൻ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആഹാരം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മുൻപും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ആഹാരം മൂടിവെക്കുക. പഴകിയതും തുറന്നുവെച്ചതുമായ ഭക്ഷണം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് ഉപയോഗിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിച്ച വെള്ളത്തിന്റെ കൂടെ തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നതും ശരിയായ രീതിയിൽ തിളപ്പിക്കാതെ കുടിക്കുന്നതും കൂടുതൽ അപകടകരമാണ്. കാരണം ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർക്കുമ്പോൾ അതിന്റെ ചൂട് 25 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ആകും. ഈ വെള്ളത്തിൽ 100 കണക്കിന് ഇരട്ടി വേഗത്തിൽ എല്ലാത്തരം അണുക്കളും പെരുകും. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കണം. രോഗലക്ഷണങ്ങളുള്ളവരുമായി സമ്പർക്കം കുറയ്ക്കണം. രോഗിക്ക് പ്രത്യേക ശൗചാലയം നൽകുക. രോഗി ഉപയോഗിച്ച സാധന സാമഗ്രികളുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. ഡയപ്പറുകൾ സുരക്ഷിതമായി കളയുക. പരിസര ശുചിത്വം പാലിക്കുക. തുറസായ സ്ഥലങ്ങളിൽ വിസർജിക്കാതിരിക്കുക തുടങ്ങിയവയാണ് ഇവ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ. അതിനാൽ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിലവിൽ കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന അടുത്ത ആശങ്കയുണർത്തുന്ന രോഗമാണ് നിപ്പ. സാധാരണ പനി പോലെ തുടങ്ങുമെങ്കിലും 2-3 ദിവസങ്ങൾക്കകം മസ്തിഷ്ക രോഗത്തിന്റെ ലക്ഷണം പ്രകടിപ്പിക്കും. മാരകമാണെങ്കിലും ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയതുപോലെ നിപ്പ വ്യാപകമായി പടരില്ല. ഇനി നിപ്പയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ശ്വാസതടസ്സം, ചുമ, ആളുകളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, കോമ, പനിലക്ഷണങ്ങളും മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളും ചേർന്നു വരാം. സംസാരിക്കുമ്പോൾ നാവ് കുഴഞ്ഞു പോവുക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം അപസ്മാരം പോലെ മസിലുകൾ ചലിച്ചുകൊണ്ടിരിക്കുക, രക്തസമ്മർദ്ദം ക്രമാതീതമായി കൂടാനും രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടാനും സാധ്യതയുണ്ട്. മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കണ്ടേക്കാം. ഇവയാണ് നിപ്പ വൈറസിന്റെ പ്രധാന ലക്ഷണങ്ങൾ. പ്രധാനമായും 4 തരത്തിലാണ് നിപ്പ പകരുന്നത്. രോഗം ബാധിച്ചവർ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ വായുകണികയിലൂടെ പകരും. രോഗിയുടെ സ്രവങ്ങളിലൂടെയും ഇത് പകരും. രോഗാണുവാഹകരായ വവ്വാലുകളിൽ നിന്ന് മറ്റു ജന്തുക്കളിലേക്കും അവയിൽ നിന്ന് മനുഷ്യരിലേക്കും ഇത് പകരും. അതോടൊപ്പം രോഗികൾ കൈകാര്യം ചെയ്ത സാധനങ്ങളിലൂടെയും നിപ്പ പകരും. അടുത്തത് കേരളത്തിൽ പടരുന്ന രോഗങ്ങളിലൊന്നായ വെസ്റ്റ് നൈലാണ്. ദേശാടന പക്ഷികളിൽ കാണാനിടയുള്ള പ്ലാവി വൈറസ് കൊതുക് കടിയിലൂടെ മനുഷ്യനിലേക്ക് എത്തും. രോഗബാധയുള്ള വ്യക്തിയിൽ നിന്ന് മറ്റ് വ്യക്തികളിലേക്ക് ഈ രോഗം പകരില്ല എന്നത് ആശ്വാസമാണ്. പനി, ഉയർന്ന ശരീരതാപനില, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട്, പനിബാധിതന്റെ പെരുമാറ്റത്തിലും സംഭാഷണത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ രോഗം ഗുരുതരമായി നാഡീവ്യവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലിറ്റിസ്, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടാകാം. അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ്. വെള്ളക്കെട്ടിന്റെ പരിസരത്ത് കാണുന്ന QX കൊതുകുകളാണ് രോഗവാഹകർ. കൊതുക് കടിക്കാനുള്ള സാഹചര്യങ്ങൾ അതിനാൽ ഒഴിവാക്കണം. വീടിനുള്ളിലും പരിസരത്തും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുകയാണ് പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു രോഗമാണ് H1N1. ഇൻഫ്ലുവൻസ വൈറസ് മൂലം ഉണ്ടാകുന്ന പകർച്ചപ്പനിയാണ് H1N1. രോഗബാധയുള്ളവർ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന കണികകളിലൂടെ, വായുവിലൂടെയും ഇവ പതിച്ച പ്രതലങ്ങൾ, വസ്തുക്കൾ സ്പർശിക്കുന്നതിലൂടെയും രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നതാണ്. പനി, ചുമ, തുമ്മൽ, തൊണ്ടവേദന എന്നിവയാണ് H1N1
H1N1 രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രോഗലക്ഷണമുള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. അതോടൊപ്പം തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് മൂക്കും വായും മറയ്ക്കണം. സോപ്പ്, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുന്നത് ശീലമാക്കണം. അതോടൊപ്പം ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർക്ക് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ പനിയുണ്ടായാൽ ഉടൻ ചികിത്സ തേടണം. ഇവയാണ് ഇപ്പോൾ കേരളത്തിൽ പടരുന്ന പ്രധാന രോഗങ്ങൾ. ഇവയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രികളെ സമീപിക്കുക. മാത്രമല്ല, ലക്ഷണങ്ങൾ കാണുമ്പോൾ സ്വയം ചികിത്സ ചെയ്യുന്നത് ഒഴിവാക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലമായതിനാൽ തന്നെ നിരവധി രോഗങ്ങൾ സംസ്ഥാനത്ത് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവ പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.